Hi dear students, welcome to our new video classes. Foreign direct investment. പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Foreign direct investment. Foreign direct investment is any form of investment that earn interest in enterprises which function outside the domestic territory of the investor. ഒരു ഇൻവെസ്റ്റർ അദ്ദേഹം താമസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം റെസൈഡ് ചെയ്യുന്ന ഏരിയക്ക് പുറത്തേക്ക് അയാളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. FDI would be a direct investment by corporation in a commercial venture in another country. മറ്റൊരു രാജ്യത്ത് ഉണ്ടാവുന്ന കൊമേഴ്ഷ്യൽ വെഞ്ചേഴ്സിൽ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ അസറ്റുകൾ അല്ല എങ്കിൽ നോ ഹൗ അല്ലെങ്കിൽ ടെക്നോളജീസ് പോലെയുള്ളതാണ് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. FDI is when an individual or business own 10% or more of a foreign company. If an investor owns less than 10%, the International Monetary Fund defines it is a part of his or her stock പോർട്ട്ഫോളിയോ. ഇവിടെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സെക്ടറിൽ 10% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് അതിനെ നമ്മൾ FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 10% കുറവാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. 10% താഴെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് അയാളുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഒരു രാജ്യത്ത് ചെയ്യുന്ന സമയത്ത് പല രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അഥവാ ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്തതുണ്ട്, ഗവൺമെൻറ് ഫ്രീ ആക്കി കൊടുത്ത ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 റൂട്ടിലൂടെയാണ് സാധാരണ ഒരു രാജ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിക്കുകയുള്ളൂ. ഒന്ന് ഓട്ടോമാറ്റിക് റൂട്ട്, മറ്റൊന്ന് ഗവൺമെൻറ് റൂട്ട്. എന്താണ് ഓട്ടോമാറ്റിക് റൂട്ട്? Under the automatic route, the non-resident investor or Indian company does not require any approval from the government of India for investment. ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ അപ്രൂവലും ആവശ്യമില്ലാത്ത വിദേശ ഇൻവെസ്റ്റ്മെൻറ്റുകളെയും ഇന്ത്യൻ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് റൂട്ട് എന്നുള്ള ഗണത്തിൽപ്പെടുത്തുന്നത്. ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ആവശ്യമില്ല. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ഗവൺമെൻറ് റൂട്ട് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ സ്പെസിഫൈഡ് സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. FDI പോളിസി എഫക്റ്റീവ് ഓഗസ്റ്റ് 17, 2017 ഹൈലൈറ്റ്സ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അഥവാ ഇങ്ങനെയുള്ള ഗവൺമെൻറ് റൂട്ട്സുകളും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റൂട്ട്സുകളും നമ്മൾ നോക്കുകയാണ്. ഏതെല്ലാം മേഖലകളാണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള മേഖലകളാണ് ഇനി താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ലോട്ടറി ബിസിനസ്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ്, പ്രൈവറ്റ് ലോട്ടറി, ഓൺലൈൻ ലോട്ടറീസ്, ഗാംബ്ലിങ്, ബെറ്റിംഗ് എല്ലാം അതിൽ പെടും. അതാണ് ഒന്നാമത്തെ ഒരു പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് സെക്ടർ. മറ്റൊന്ന് റെയിൽവേ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഓട്ടോമിക് എനർജി, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഓഫ് ചെറൂട്ട്സ് ഓർ ടുബാക്കോ പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നിധി, ചിറ്റി ഫണ്ട് പോലെയുള്ളതൊന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഗവൺമെൻറ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അനുവദിക്കുന്നില്ല. അടുത്തൊരു സെക്ടർ പറയുന്നത് സെക്ടേഴ്സ് വേർ 100% FDI പെർമിറ്റഡ് ത്രൂ ഓട്ടോമാറ്റിക് റൂട്ട്. ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ 100% FDI പെർമിറ്റ് ചെയ്തിട്ടുള്ള സെക്ടേഴ്സുകളാണ് ഇനി താഴെ പറയുന്നത്. ഹോർട്ടിക്കൾച്ചർ, അക്വാകൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഷെഡ്യൂൾഡ് എയർ ട്രാൻസ്പോർട്ട് സർവീസ്, ടീ, റബ്ബർ പ്ലാന്റേഷൻ, മൈനിങ്, എക്സ്പ്ലോറേഷൻ ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ഒറേസ്, ഇൻക്ലൂഡിങ് ഡയമണ്ട്സ്, ഗോൾഡ്, സിൽവർ. ഇതിലൊന്നും ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ പെർമിഷൻ ആവശ്യമില്ല. മാത്രമല്ല 100% വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിക്കുന്നുണ്ട്.
അടുത്തതാണ് പെർമിറ്റഡ് ത്രൂ ഓട്ടോമാറ്റിക് ആൻഡ് ഗവൺമെൻറ് റൂട്ട്സ്. എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതുണ്ട്, ഗവൺമെൻറ് റൂട്ടും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള സെക്ടറുകളാണ് ഇനി താഴെ പറയുന്നത്. ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസ് 100% എന്ത് ചെയ്യുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് അപ് ടു 49%. അതിൽ 49% എന്താണ്, ഓട്ടോമാറ്റിക് ആണ്. ബാക്കിയുള്ളത് എന്താവും, ഗവൺമെൻറ് വരും. ആൻഡ് ഗവൺമെൻറ് റൂട്ട്സ് ബിയോണ്ട് ദ 49%. അതുപോലെ തന്നെ ഗവൺമെൻറ് അപ്രൂവലോട് കൂടി 49% എന്ത് ചെയ്യണം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ സിംഗിൾ ബ്രാൻഡ് പ്രൊഡക്റ്റ് റീറ്റെയിലിംഗ് ട്രേഡിംഗ് 100% ആണ്. ഓട്ടോമാറ്റിക് അപ് ടു 49 ആൻഡ് ഗവൺമെൻറ് റൂട്ട് ബിയോണ്ട് 49. ഗവൺമെൻറ് 49 വരെ എന്ത് ചെയ്യണം, ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി അഥവാ ഗവൺമെൻറ് റൂട്ടിൽ ചെയ്യേണ്ടി വരും. ബാക്കി 49% എന്താണ്, ഇവിടെ ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ ചെയ്യാനും സാധിക്കും. ഇനി ഗവൺമെൻറ് റൂട്ട്സുകളാണ് പറയുന്നത്. മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ ട്രേഡിംഗ് 51% എന്താണ്, ഗവൺമെൻറ് ഗവൺമെൻറ് റൂട്ടിലൂടെയാണ്. ബാങ്കിങ് ആൻഡ് പബ്ലിക് സെക്ടർ 25% എന്താണ്, ഗവൺമെൻറ് റൂട്ടിലൂടെയാണ് ചെയ്യേണ്ടത്. ഇനി പാർട്ട്ലി പെർമിറ്റഡ് ത്രൂ ഓട്ടോമാറ്റിക് റൂട്ട്. പാർട്ട്ലി പെർമിറ്റഡ് ത്രൂ ഓട്ടോമാറ്റിക് റൂട്ടിലുള്ള ബിസിനസ് സെക്ടേഴ്സുകളാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ബ്രോക്കേഴ്സ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സർവൈവേഴ്സ് ആൻഡ് ലോസ് അസസേഴ്സ്, അതുപോലെ തന്നെ അതർ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ്. ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ എന്താണ്, ഈ പറയുന്ന പാർട്ട്ലി പെർമിറ്റഡ് സെക്ടേഴ്സിൽ പെടുന്ന ബിസിനസ്സുകളാണ്. ഇനി താഴത്ത് നമ്മൾ നോക്കുന്നത് FDIയുടെയും FPIയുടെയും ഡിഫറൻസ് ആണ് നോക്കുന്നത്. എന്താണ് FPI? FPI എന്ന് പറയുന്നത് എന്താണ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ FDI എന്താണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടിൻ്റെയും വ്യത്യാസമാണ് പറയുന്നത്. FDI എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു ബിസിനസ്സിനെ കംപ്ലീറ്റ് A to Z കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് FDIയിൽ വരുന്നത്. എന്നാൽ എന്താണ് FPI എന്ന് പറയുന്നത്, ഒരു പാസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അത്രയാണ് ഒരു FPIയിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ FDIൻ്റെ മറ്റൊരു ഡിഫറൻറ്റ് നോക്കുകയാണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ്. ഇവിടെ എന്താണ്, FDI 100% എന്ന് പറയുന്നത് പോലെ എത്ര പെർസെൻറ്റേജ് ആണോ ആ ഫേമിന് സ്വാധീനമുള്ളത് അത്രയും പെർസെൻറ്റേജ് എന്താണ് ഇവിടെ കൺട്രോളിങ് ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ മുകളിലായിരിക്കും. അതുപോലെ തന്നെ FPI ആണെങ്കിൽ വെരി ലോ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ്. FPI ചെയ്തു കഴിഞ്ഞാൽ യാതൊരുവിധ തരത്തിലുള്ള ഇവിടെ എന്തില്ല, പിന്നെ കൺട്രോളിങ്ങും ലഭിക്കുന്നില്ല. FDI എന്ന് പറയുന്നത് ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്നാൽ FPI എന്ന് പറയുന്നത് ഷോർട്ട് ടേം പർപ്പസിനാണ്. മറ്റൊന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിസിക്കൽ അസറ്റ്. FDI എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ അസറ്റിലായിരിക്കും സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഫിസിക്കൽ അസറ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു FDIയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ FPI എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, FPI ക്രിയേറ്റ് ചെയ്യുന്നത്. എൻട്രി ആൻഡ് എക്സിസ്റ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഒരു രാജ്യത്ത് FDI ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചെയ്യാനും അതിൽ നിന്ന് വിഡ്രോ ആവാനും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. എന്നാൽ FPI എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും സെയിൽ ചെയ്യാൻ പറ്റുന്നതും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് FPI എന്ന് പറയുന്നത്. മറ്റൊന്നാണ് റിസൾട്ട് ഇൻ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, ടെക്നോളജി ആൻഡ് അതർ റിസോഴ്സസ്. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, ടെക്നോളജി ആൻഡ് അതർ റിസോഴ്സസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ FPI ആണെങ്കിൽ ക്യാപിറ്റൽ ഫ്ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനെ ബാധിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത് FDI എന്ന് പറയുന്നത് 10% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് FDI എന്ന് പറയുന്ന ആ ഒരു സെക്ടറിൽ പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ FPI എന്ന് പറയുന്നതോ 10% താഴെയായാൽ മാത്രമാണ് അതിനെ FPI എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ടൈപ്പ് ഓഫ് FDI ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് പ്ലാറ്റ്ഫോം FDI. പ്ലാറ്റ്ഫോം FDI ഈസ് സിംപ്ലി നോൺ ആസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം എ സോഴ്സ് കൺട്രി ഇൻ ടു ഡെസ്റ്റിനേഷൻ കൺട്രി. ഒരു ഡെസ്റ്റിനേഷൻ കൺട്രിയിൽ നിന്നും ഒരു സോഴ്സ് കൺട്രിയിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷൻ കൺട്രിയിലേക്ക് എന്ത് ചെയ്യുക, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം FDI എന്ന് പറയുന്നത്. ഫോർ ദി പർപ്പസ് ഓഫ് എക്സ്പോർട്ടിംഗ് ടു തേർഡ് കൺട്രി. എന്ത് ചെയ്യുക, ഒരു തേർഡ് കൺട്രിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇനി അടുത്തതാണ് ഹൊറിസോണ്ടൽ FDI.
horizontal FDI is said to arise when a firm duplicates its home country based activities. ഹോം കൺട്രിയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം മറ്റൊരു കൺട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്. അടുത്തതാണ് വെർട്ടിക്കൽ FDI. ഇറ്റ് ടേക്ക് പ്ലേസ് വെൻ എ ഫേം ത്രൂ FDI മൂവ് അപ്സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം ഇൻ ഡിഫറെൻറ്റ് വാല്യൂ ചെയിൻ. ഡിഫറെൻറ്റ് വാല്യൂ ചെയിനിലൂടെ എന്ത് ചെയ്യുന്നു ഇവിടെ FDI ചെയ്യുന്നതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. What we are saying is that when firm perform value adding activities in several phases following vertical pattern in that host country. ഇനി അടുത്തതാണ് conglomerate FDI. Conglomerate FDI. The investment is made to acquire an unrelated business abroad. നമ്മുടെ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടല്ലാത്ത ബിസിനസ്സുകൾ എന്ത് ചെയ്യുന്നു വിദേശ രാജ്യത്ത് ചെയ്യുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കോൺഗ്ലോമറേറ്റ് FDI എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സർപ്രൈസിങ് ഫോം ഓഫ് FDI ആസ് ഇറ്റ് ഈസ് റിക്വയർ ഓവർകമ്മിങ് ടു ബാരിയേഴ്സ് സൈമിൾട്ടേനിയസ്ലി. വൺ, എൻ്ററിങ് എ ഫോറിൻ കൺട്രി ആൻഡ് ടു, വർക്കിംഗ് ഇൻ എ ന്യൂ ഇൻഡസ്ട്രി. അതാണ് ഈ ഒരു കോൺഗ്ലോമറേറ്റ് FDIയുടെ പ്രധാനപ്പെട്ട ഒരു ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന്, ഫോറിൻ കൺട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റൊന്ന് പുതിയൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അതാണ് ഇവിടെ കോൺഗ്ലോമറേറ്റ് FDIയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് FDIയുടെ തിയറീസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായും നമുക്കിതിനെ മൂന്നായി തരംതിരിക്കാം: ട്രഡീഷണൽ തിയറീസ്, മോഡേൺ തിയറീസ് ആൻഡ് റാഡിക്കൽ തിയറീസ്. നമുക്ക് ആദ്യം നോക്കാം ട്രഡീഷണൽ തിയറി. അതിലൊന്നാമത്തേതാണ് ക്യാപിറ്റൽ ആർബിട്രേജ് തിയറി. ക്യാപിറ്റൽ ആർബിട്രേജ് തിയറി. The theory states that direct investment flows from countries where profitability is low to countries where profitability is high. ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റബിലിറ്റി കൂടിയ രാജ്യത്ത് നിന്നും പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞ രാജ്യത്ത് നിന്നും കൂടിയ രാജ്യത്തേക്കുള്ള ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് മീൻസ് therefore that capital is mobile both nationally and internationally. ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും റിട്ടേൺ കിട്ടുന്ന രാജ്യത്തിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് ഇവിടെ ട്രഡീഷണൽ തിയറിയിൽപ്പെട്ട ക്യാപിറ്റൽ ആർബിട്രേജ് തിയറിയിൽ പറയുന്നത്. If there was a link between a long-term interest rate and a return on capital, portfolio investment and FDI should be moving in the same directions. ഇതെല്ലാം എന്താണ്, ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറി. ദ കൺട്രി വിൽ സ്പെഷ്യലൈസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എക്സ്പോർട്ട് ദോസ് കമ്മോഡിറ്റീസ് വിച്ച് മേക്ക് ഇൻറ്റൻസീവ് യൂസ് ഓഫ് കൺട്രീസ് റിലേറ്റീവ്ലി അബുണ്ടൻറ്റ് ഫാക്ടേഴ്സ്. ഇവിടെ എന്താണ്, കൂടുതലായിട്ടും സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്താണ്, പ്രൊഡക്ഷനും എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട കമ്മോഡിറ്റീസിലാണ് ഇവിടെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അടുത്തതാണ് മോഡേൺ തിയറി. മോഡേൺ തിയറിയിൽ വരുന്ന തിയറീസ് ഏതൊക്കെയാണ്? ഒന്ന്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. ന്യൂ പ്രൊഡക്റ്റ് അപ്പിയർ ഫസ്റ്റ് ഇൻ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്കണോമി in response to demand condition. The maturing product stage is described by standardization of a product. Increase in economies of scale, high demand and low price. The standardized product stage is reached when the commodity is sold entirely on the price basis. ഇവിടെ എന്താണ്, എക്കോണമിയുടെ സൈക്കിൾ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അനുസരിച്ച് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ പ്രൊഡക്റ്റുകളും ഓരോ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തതാണ് ദ ഇൻ്റർനാഷണൽ തിയറീസ് ഓഫ് FDI. The theory explains that why cross-border transaction of intermediate product are organized by hierarchies rather than determined by market forces. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് അഥവാ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്താണ്, ഇവിടെ മാർക്കറ്റിൻ്റെ ഫോഴ്സ് അനുസരിച്ച് കൊണ്ടാണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അടുത്തതാണ് റാഡിക്കൽ തിയറി. റാഡിക്കൽ തിയറിയിലെ ഒന്നാമത്തതാണ് ഇലക്ട്രിക് തിയറി ഓഫ് FDI. ഒന്നാമത്തതാണ് ഇലക്ട്രിക് തിയറി ഓഫ് FDI. The theory tries to offer a general framework for determining the extent and pattern of both foreign
ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ഫോറിൻ ഫേം. ഇവിടെ തിയറീസ് എന്ത് ചെയ്യുന്നു പറയുന്നത്, general framework for determining the extent of pattern of both foreign owned production undertaken by countries own enterprises. ഇവിടെ രാജ്യത്തുണ്ടാവുന്ന സ്ഥാപനങ്ങൾ എൻ്റർപ്രൈസസ് എന്ത് ചെയ്യുന്നു, ഫോറിൻ ഏൺഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസുകൾ രാജ്യത്തുണ്ടായിരിക്കും. അതുപോലെ തന്നെ it argues that the extent, form and pattern of international production are determined by the configuration of three sets of advantage as perceived by the enterprises. First, ownership advantage, second, location, and third, internationalization. Advantage in order for the firm to transfer its ownership advantage across national boundary. Next one on Diamond Porter theory. This is the theory which shows four conditions which is important for competitive superiority. Demand condition, factors condition, related and supporting condition, and the firm strategy, structure and rivalry. Demand condition whereby the company startup production at near the observed market. For the example, an Italian ceramic tile industry after the World War. Next, FDI cost and benefit. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് നമുക്കിതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാമാണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത്. അത് നോക്കുന്നത് ബെനിഫിറ്റ്സ് ഓഫ് FDI ടു ദ ഹോസ്റ്റ് കൺട്രി. ഹോം കൺട്രിയും അതുപോലെ തന്നെ ഹോസ്റ്റ് കൺട്രിയും നമുക്ക് അറിയാം. ഹോം കൺട്രി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഏത് രാജ്യത്താണോ നമ്മുടെ റെസിഡൻ്റ് ഉള്ളത് അതിനെയാണ് നമ്മൾ ഹോം കൺട്രി എന്ന് പറയുന്നത്. ഏത് രാജ്യത്താണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തെയാണ് നമ്മൾ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. ബെനിഫിറ്റ് ഓഫ് FDI ടു ദ ഹോസ്റ്റ് കൺട്രി. FDIയിലൂടെ ഹോസ്റ്റ് കൺട്രി അഥവാ ഏത് രാജ്യത്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കൺട്രിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. There are three main benefits to the host country derived out of FDI. There are resources transfer effect, then employment effect and balance of payment effect. First and important benefit is resource transfer effect. ഫണ്ട് എന്ത് ചെയ്യുന്നു, മറ്റു രാജ്യത്ത് നിന്ന് ഹോസ്റ്റ് കൺട്രിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഫണ്ട് റിസോഴ്സസ് എത്തുന്നു. അതിലൂടെ ആ ബിസിനസ്സിനും ആ രാജ്യത്തിനും ഒരുപാട് ഡെവലപ്മെൻറ്റ്സുകൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു. മറ്റൊന്നാണ് എംപ്ലോയ്മെൻറ്റ് എഫക്റ്റ്. ടു ക്രിയേറ്റ് ലോട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഹോസ്റ്റ് കൺട്രി. ഹോസ്റ്റ് കൺട്രിയിൽ ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എഫക്റ്റ്. രാജ്യത്തിൻ്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോയുമായി ബന്ധപ്പെട്ട് ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടെ മൂന്നാമത്തെ ഈ FDIയുടെ 3 ബെനിഫിറ്റ്സുകളായിട്ട് പറയുന്നത്. ഇനി കോസ്റ്റ് ഓഫ് FDI ടു ദ ഹോസ്റ്റ് കൺട്രി. ഇതിനുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇവിടെ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. FDI കൊണ്ടുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്താണ്, ഹോസ്റ്റ് കൺട്രീസിന് ഉണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റുകൾ. There are also significant effects which affect the host country when a foreign firm establishes with the superior technological skill which can produce quality item at a cheaper rate. It adversely affects the domestic producers. ഇവിടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വിദേശ രാജ്യത്ത് നിന്നും നല്ല ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി പുതിയ ടെക്നോളജീസും പുതിയ സ്കില്ലുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഡൊമസ്റ്റിക് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന നോർമലി കൂടുതൽ ടെക്നോളജീസ് ഒന്നും ഉപയോഗിക്കാത്ത പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യുന്നു, അതൊരു
പ്രശ്നമായി മാറുന്നു. അവരുടെ പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഇല്ലാത്ത സിറ്റുവേഷൻ വരുന്നു. ബാലൻസ് ഓഫ് പേയ്മെന്റ് ആർ ഓൾസോ അഫക്റ്റ് ദ ഇൻവേർഡ് FDI by two sources. When there is a initial capital inflows, there must be subsequent capital outflow. ഇവിടെ എന്താണ് ഇനീഷ്യൽ ഇവിടെ ക്യാപിറ്റൽ ഇൻഫ്ലോസ് നമുക്ക് ഇവിടെ ഒരുപാട് ഉണ്ടാകുന്നു, പക്ഷേ നമുക്ക് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ നമുക്ക് അതിനനുസരിച്ച് ഉണ്ടാവുന്നില്ല. ആൻഡ് ദിസ് വിൽ ബി ദ റെക്കോർഡ് ആസ് ഡെബിറ്റ് ഓൺ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതെന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ആയിട്ട് മാറുന്നു. Second source is due to import of goods from other country, which will be recorded as debit in current account. The foreign firm can alter the economic stability of a country as they will be focusing only on the profit. Foreign firm ആണെങ്കിലോ ഇവിടെ പ്രോഫിറ്റ് മാത്രമാണ് അവർ എയിം ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിയോ രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റോ ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ രാജ്യത്തുള്ള മറ്റു ബിസിനസ് സ്ഥാപനങ്ങളെയൊന്നും ഇവരെന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ FDI കൊണ്ടുണ്ടാവുക ഹോസ്റ്റ് കൺട്രീസിന് ഉണ്ടാവുന്ന ഒരു പ്രശ്നം. ഇനി അടുത്തത് പറയുന്നത് ബെനിഫിറ്റ് ഓഫ് FDI ടു ദ ഹോം കൺട്രി. ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിന് എന്താണ് ബെനിഫിറ്റ്? ബെനിഫിറ്റ് to the home country is also include the factors similar to the host country. In the terms of balance of payment, what is debit to host country is credited to home country. The outward FDI is also lead to creation of new job market with greater expertise and necessary skill. Reverse resources transfer effect take place whenever resources like managerial skill are transferred ബാക്ക് ടു ദ ഹോം കൺട്രി. ഇവിടെ എന്താണ്, നമ്മൾ മറ്റു രാജ്യത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹോം കൺട്രീസിന് ലഭിക്കുന്ന ബെനിഫിറ്റ് ഒന്ന് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്. എന്താണ്, ഇവിടെ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്. മറ്റൊന്ന് എന്താണ്, ഇവിടെ എന്താണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് രാജ്യത്തിന് പുറത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൽഡ് ആയിട്ടുള്ള രാജ്യത്തുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യാം, മറ്റു രാജ്യത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട്. അവരെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓഫ് ദി ഫോറിൻ ഫേം ഗോസ് ബാക്ക് ടു ദ ഹോം കൺട്രി അൺലൈക്ക് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ദെയർ കൺട്രി. ഇവിടെ എന്താണ്, അതിലൂടെ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മറ്റു രാജ്യത്ത് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ്സിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും റിട്ടേൺ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അത് രാജ്യത്തിൻ്റെ ബെനിഫിറ്റിന്, രാജ്യത്ത് അതൊരു ബെനിഫിറ്റാണ്. The home country is exposed to create new market share and it is liable to create many in the future. മാത്രമല്ല രാജ്യത്തിന് മറ്റു രാജ്യത്തിനെ ഒരു സ്വാധീനിക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കും, അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ മൊത്തം ട്രേഡിൻ്റെ മാർക്കറ്റ് ഷെയർ ഇവിടെ എന്ത് ചെയ്യും, ഇതിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് കോസ്റ്റ് ഓഫ് FDI ടു ദ ഹോം കൺട്രി. ഹോം കൺട്രീസിനുണ്ടാവുന്ന നെഗറ്റീവ് എഫക്റ്റുകളാണ് പറയുന്നത്. Due to FDI, the home country is mainly affected by the capital and employment. ക്യാപിറ്റലിനും എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് ഇത് പ്രധാനമായും എഫക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് എ കൺട്രി A decided to invest in the country B using its capital and technology, there will be an additional financial position to the host country than home country. Even in future, if a country A want to make any advancement, much focus will be given to the company in a country B and implement changes. ഇവിടെ നമ്മൾ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ രാജ്യത്തുള്ള റൂൾസുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. പക്ഷേ ആ റൂൾസുകൾ ഉണ്ടാകുന്നത് കൊണ്ട് പുതിയ റൂൾസുകളെല്ലാം ഒരു ഹോസ്റ്റ് കൺട്രി പുതിയ റൂൾസുകൾ അല്ലെങ്കിൽ ഹോം കൺട്രീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൂൾസുകൾ, ഹോം കൺട്രീസിന് അനുകൂലമായിട്ടുള്ള റൂൾസുകൾ തടസ്സം ചെയ്യുന്ന തരത്തിലുള്ള റൂൾസുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ഹോം കൺട്രീസിന് ഭാവിയിൽ ദോഷം നേരിടേണ്ടി വരും. ആസ് എ റിസൾട്ട് ഓഫ് പ്രൊഡക്ഷൻ ഹോം കൺട്രി ഡിക്രീസ് ആൻഡ് ഇറ്റ് സംടൈം റിസൾട്ട് ഇൻ ഷട്ടിംഗ് ഡൗൺ ഓൾ ഇറ്റ്സ് ഓപ്പറേഷൻ ആൻഡ് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ഓൺ ദ ഹോസ്റ്റ് കൺട്രി. ഹോസ്റ്റ് കൺട്രിയെ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാൽ ഈ ഹോസ്റ്റ് കൺട്രികൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷനെയും ഓപ്പറേഷൻസിനെയും ബാധിക്കുന്നുണ്ട്.
ദിസ് ബാഡ്ലി അഫക്റ്റ് ദ ഹോം കൺട്രീസ് എക്കോണമി ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഹോം കൺട്രിയിലെ എക്കോണമിയെയും എംപ്ലോയ്മെൻറ്റിനെയും അത് ബാധിക്കുന്നുണ്ട്. അടുത്ത് പറയുന്നത് ദർ ആർ മെനി വേസ് ഇൻ വിച്ച് FDI ബെനിഫിറ്റ് ദ റെസിപ്പിയൻസ് നാഷൻസ്. റെസിപ്പിയൻ നാഷൻസിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സുകളാണ് പറയുന്നത്. ഒന്ന് ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. മറ്റൊന്ന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്, പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് ആൻഡ് ടെക്നോളജി, ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട്, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, stimulation of economic development, improved capital flows, creation of competitive market. ഇത് എന്താണ്? ഈ റെസിപ്പിയൻസ് നാഷൻസിനും ഉണ്ടാകുന്ന ബെനിഫിറ്റുകളാണ്. FDI റീസെൻറ്റ് ട്രെൻഡ്സ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പാർട്ട് ഫ്രം ബീയിങ് എ ക്രിട്ടിക്കൽ ഡ്രൈവർ ഓഫ് ദി എക്കണോമിക് ഗ്രോത്ത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മേജർ സോഴ്സ് ഓഫ് നോൺ ഡെപ്റ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. ഇവിടെ FDI എന്ന് പറയുന്നത് എന്താണ്? നോൺ ഡെപ്റ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് ഏറ്റവും സഹായിക്കുന്ന ഒരു കടത്തിൻ്റെ രീതിയിലല്ലാത്ത ഒരു ക്യാപിറ്റലാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്? FDIയിലൂടെ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് എന്ത് ചെയ്യുന്നു? വിദേശ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അതിൽ നമുക്ക് തിരിച്ച് കടത്തിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് പോലെ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? അവർ നമ്മുടെ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യുന്നു, അവർ പ്രോഫിറ്റ് എടുക്കുന്നു, നമുക്കും എന്ത് ചെയ്യുന്നു? അതിലൂടെ ഒരുപാട് ബെനിഫിറ്റുകൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്ന് ലോവർ വേജസ് ആണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിവിലേജസ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ടാക്സ് എക്സംഷൻ പോലെയുള്ള പ്രിവിലേജസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ടെക്നിക്കൽ നോ ഹൗ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ സംഭവിക്കുന്നത്. ഇനി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ചൊക്കെ മാർക്കറ്റ് സൈസ് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, FDI equity inflows in India in 2019-20 till August $19.33 ബില്യൺ FDI എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലേക്ക് ഇൻഫ്ലോ വന്നിട്ടുണ്ട്. അതാണ് FDIയുടെ കണക്ക് എന്ന് പറയുന്നത്. അങ്ങനെ FDIയുടെ കുറച്ച് കണക്കുകളാണ് നോക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. Investment or developments. India emerged as a top recipient of greenfield FDI inflows from Commonwealth as per the trade review released by Commonwealth in 2018. Some of the recent significant FDI announcements are follows. ഇവിടെ നമ്മൾ എന്താണ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് FDI ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മളിനി താഴെ പറയുന്നത്. 2019 ഫ്രഞ്ച് ഓയിൽ ആൻഡ് ഗ്യാസ് ജിയാൻറ്റ് എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ 37.4% അദാനി ഗ്യാസ് ലിമിറ്റഡിൻ്റെ ഷെയർ അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഏകദേശം 5662 കോടി രൂപയുടെ FDI ആണ് ഇവിടെ എന്ത് ചെയ്തത്? അദാനി ഗ്യാസ് ലിമിറ്റഡിൽ FDIയിലൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് റിലയൻസ് ഇൻഡസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ മറ്റൊരു FDI ഡീല് നടത്തിയിട്ടുണ്ട്. സൗദി അരാംകോ എന്ത് ചെയ്തിട്ടുണ്ട്? 20% സ്റ്റേക്ക് അഥവാ ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? റിലയൻസ് ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് VMware, ലീഡിങ് സോഫ്റ്റ്വെയർ ഇന്നോവേഷൻ എൻ്റർപ്രൈസസ് ആണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് $2 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ആ കമ്പനിയിലും FDIയിലൂടെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണ് പറയുന്നത്. അടുത്തതായിട്ട് ഗവൺമെൻറ് പെർമിറ്റ് 100% FDI അണ്ടർ ദി ഓട്ടോമാറ്റിക് റൂട്ട് ഇൻ കോൾ മൈനിങ് ഫോർ ഓപ്പൺ സെയിൽ. കോൾ മൈനിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 100% FDI ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതാണ് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവായിട്ട് FDI സെക്ടറിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടേഴ്സിൽ ഇതുപോലെയുള്ള FDI കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഗവൺമെൻറ് ഡ്രാഫ്റ്റ് നാഷണൽ ഇ-കൊമേഴ്സ് പോളിസി which encourage FDI in the marketplace model of e-commerce. ഇ-കൊമേഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോളിസികൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ FDIകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ടസ് ഓഫ് എ ഫോറിൻ കമ്പനി ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. ഇതാണ് നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്ന ഒരു പോയിന്റ്. എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ FDIയിലൂടെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. India is the one of the fastest growing economies in the world. India hold potential to skyrocket your sales figures realizing this. ഇവിടെ എന്താണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസും അതുപോലെ പ്രോസ്പെക്ടസുമാണ് നമ്മൾ ഇനി ഇന്ത്യൻ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒന്നാണ് റിസോഴ്സ് ചലഞ്ച്. പ്രധാനമായിട്ടും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, റിസോഴ്സസ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ റിസോഴ്സസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അത് എന്താണ്, നമുക്ക് ഈ റിസോഴ്സ് ഇല്ലാത്തതും ഒരു പ്രോബ്ലമാണ്. അതിന് നമ്മൾ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു വിദേശ ഇൻവെസ്റ്റ്മെൻറ്റുകൾ FDIയിലൂടെയാണ് നമ്മളതിനെ ഓവർകം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ചലഞ്ച് പറയുന്നത് ഐഡൻറ്റിഫൈ വൈ ഇന്ത്യ മാറ്റേഴ്സ് ടു യുവർ ബിസിനസ് ആൻഡ് റിവാലിഡേറ്റിംഗ് ഇറ്റ് ത്രൂ കെയർഫുൾ മാർക്കറ്റ് അസസ്മെൻറ്റ്. അതുപോലെ സെക്കൻഡ് പറയുന്നത് എസ്റ്റിമേറ്റ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദ ടൈം റിക്വയർഡ് ടു എസ്റ്റാബ്ലിഷ് സസ്റ്റൈനബിൾ പ്രസൻസ്. അതാണ് ഇവിടെ പ്രോബ്ലംസും പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ലീഗൽ ചലഞ്ചസ് പറയുന്നുണ്ട്. ഇന്ത്യ ഹാസ് എ എലാബറേറ്റ് ലീഗൽ സിസ്റ്റം ആൻഡ് ഓവറോൾഡ് കോർട്ട്, സോ ഫോറിൻ കമ്പനീസ് ഹാവ് ടു ജമ്പ് ത്രൂ സെവറൽ ഹോപ്സ് ടു സെക്യൂർ ലൈസൻസ് ആൻഡ് അപ്രൂവൽ റിക്വേർഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ്, ധാരാളം ലീഗലായിട്ടുള്ള ചലഞ്ചസുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു വലിയ രാജ്യം ആയതുകൊണ്ട് തന്നെ വലിയ റോളിംഗ് സിസ്റ്റം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊസീജിയറുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ് ബോത്ത് വെയിറ്റ് ഫോർ മന്ത് ടൈംസ് എക്സ്റ്റെൻഡിങ് 2 years to collect 100+ approvals needed to start their business. This partly because of bureaucracy is still flying high and occasionally following by corruptions. മാത്രമല്ല ഇന്ത്യയിൽ ധാരാളം പേപ്പേഴ്സുകൾ, ഒരുപാട് അപ്രൂവൽസുകൾ വേണ്ടിവരും. ഇതെല്ലാം ബ്യൂറോക്രസിയുടെ ഭാഗത്ത് നിന്നും ലഭിക്കേണ്ടതാണ്. അവരുടെ സ്വകാര്യമായിട്ടുള്ള കറപ്ഷൻസ് ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ബാധിക്കുന്നുണ്ട്. Choosing right entity. A foreign company setting up a operation in India has got following options. As Indian company, as a foreign company. ഇന്ത്യൻ കമ്പനിയായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്ഥാപനം ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൽ തന്നെ ഓൺലി ഓൺഡ് സബ്സിഡിയറി എന്ത് ചെയ്യുക, ഒരു സബ്സിഡിയറി കമ്പനിയായിട്ട് എന്ത് ചെയ്യാം, ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. ലോക്കൽ ഇന്ത്യൻ പാർട്ട്നേഴ്സിനെ കൂട്ടിക്കൊണ്ട് ജോയിൻറ്റ് വെഞ്ചർ എന്ത് ചെയ്യാം, ഇവിടെ സ്ഥാപിക്കും. അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP രജിസ്റ്റർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ഇന്ത്യൻ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റൊന്നാണ് ഫോറിൻ കമ്പനി. എങ്ങനെ, ലൈസൻസ് ഓഫീസ് എന്ത് ചെയ്യാം, ഇവിടെ ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് ഓഫീസ് ഇന്ത്യയിൽ എന്ത് ചെയ്യാം, ഒരു പ്രയർ അപ്രൂവലോട് കൂടി എന്ത് ചെയ്യാം, ഇവിടെ തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഓഫീസ്, ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഓഫീസ് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫോം ചെയ്യാം. അതിലൂടെ പ്രവർത്തനങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ടാക്സ് റെജിമാണ് പറയുന്നത്. 2017 ഇൻഡയറക്റ്റ് ടാക്സ് കെയിം into effect on the manufacture, sales and consumptions of goods and services throughout the India, known as GST, Goods and Service Tax. 2017 ജൂലൈ 1 ഇവിടെ എന്ത് ചെയ്തത്, GST കൊണ്ടുവന്നത്. ഇതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. ടാക്സിനെ ഒരുപാട് ടാക്സുകളെ ഏകീകരിച്ചുകൊണ്ടാണ് ഒരു GST കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കോർപ്പറേറ്റുകൾക്ക് 30% ടാക്സ് ലെവി ചെയ്തിട്ടുണ്ട്. ഫോറിൻ കമ്പനികൾക്ക് 40% ടാക്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ ഡബിൾ ടാക്സ് അവോയ്ഡൻസ് ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ട് മേഖലയിൽ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റിലൊക്കെ ടാക്സ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്നത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. litigation process in India based on the common law. It is largely based on the English common law because of the long period of British colonial influence during the British Raj. ഇവിടെ എന്താണ്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരുപാട് ലോ ട്രിബ്യൂണൽസ് ഇവിടെ നമുക്ക് നിലവിലുണ്ട്. ആർബിട്രേഷൻ പ്രൊസീജിയറുകൾ ഇവിടെ നമുക്ക് നിലവിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ താഴെ പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലോ, ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ലോ ആണ് UNCITRAL. 1985 ഇത് ഫോം ചെയ്തത്. അതുപോലെ തന്നെ ഡൽഹി ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ആർബിട്രേഷൻ, ഇന്ത്യൻ മെർച്ചൻ്റ് ചേംബർ, അതുപോലെ തന്നെ നാനി പാൽക്കിവാല ആർബിട്രേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ എന്ത് ചെയ്യാം, അതിനുള്ള ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിഹാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.